ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ആ റീലൊക്കെ കണ്ടിരുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വന്നിട്ട് അടിവസ്ത്രം ഊരുന്നു. അപ്പോൾ അവൻ്റെ ലിംഗം വളരെ ചെറുതായതുകൊണ്ട് അവർ ഭയങ്കര തമാശ പറഞ്ഞ് ചിരിക്കുന്നു. അപ്പോൾ ആ ബോയ് സാഡായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ഞാനും കണ്ടിരുന്നു. ഈ റീലിലൂടെ അവരെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കണം എന്നായിരിക്കണം, അല്ലേ? എന്നാൽ ചെറിയ ലിംഗം ഇത്ര വലിയ മോശം കാര്യമാണോ? അല്ലെങ്കിൽ മോശമാണോ? വലിയ ലിംഗമാണ് വലുത്, ചെറിയ ലിംഗം മോശമാണ്, ഇങ്ങനൊരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടോ? എവിടെ നിന്ന് ഇത് കിട്ടിയേ? ഫോൺ പോലുള്ള വീഡിയോസ് കണ്ടിട്ടാണോ? ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, വലിയ ലിംഗം മോശമാണെന്നോ അല്ലെങ്കിൽ ചെറിയ ലിംഗം നല്ലതാണെന്നോ ഉള്ളതല്ല. പുരുഷൻ്റെ അവയവം എന്താണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല സ്നേഹത്തിൽ നിന്നും അവളെ പൊതിയുന്ന ഒരു സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ലൈംഗികതയും അവളെ തൃപ്തിപ്പെടുത്തി അവളെ മനസ്സിലാക്കി ഏതൊക്കെ ഉത്തേജിപ്പിച്ചാലാണ് അവൾക്ക് സുഖമെന്നൊക്കെ മനസ്സിലാക്കി അവൻ്റെ സ്കില്ല് അവളെ തൃപ്തിപ്പെടുത്താനുള്ള അവളെ സ്കില്ല് നിങ്ങൾക്കറിയാലോ. 80% വരുന്ന സ്ത്രീകൾക്ക് ലിംഗപ്രവേശത്തിലൂടെ അല്ല എഴുതി മുറിച്ചെലുത്തുന്നത്, അവർക്ക് ക്രിസരിയിലും അല്ലാതെയുള്ള ഉത്തേജനത്തിലൂടെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വലിയ ലിംഗത്തിന് എന്ത് പ്രശസ്തിയാണുള്ളത്? ഒരു പുരുഷന് ഒരു സ്ത്രീ തൃപ്തിപ്പെടുത്തുക എന്നത് ലിംഗത്തിൻ്റെ വൃത്തി, ഹെൽത്തി, അവരുടെ സ്കില്ല്, ലൈംഗികതയിലുള്ള സ്കില്ല്, ഇതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു വലിയ ലിംഗം ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറിയ ലിംഗമുള്ള ആളുകൾക്ക് ഉള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്നെ ഒന്നിനും കൊള്ളൂല്ല എന്നുള്ള സെൽഫ് ലോ ഒക്കെ കളഞ്ഞ് ഇൻസെക്യൂർ ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അതിനു മുമ്പ് നിങ്ങളുടെ ലിംഗത്തെ ഹെൽത്തി ആക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ലിംഗത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ലിംഗം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന, എന്ന് കരുതി എക്സ്ട്രാ ആയിട്ട് വളർത്തും എന്നല്ല, ചുരുങ്ങിപ്പോയിട്ടുള്ള ഒരിക്കലും ഒരു പ്രൊഡക്റ്റിനും നിങ്ങളുടെ ലിംഗത്തെ വലുതാക്കാനുള്ള കഴിവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. നേച്ചർ മാനിൻ്റെ ലിഫ്റ്റപ്പ് ഓയിലാണിത് കേട്ടോ. ഇതിൽ 17ഓളം ഇൻഗ്രീഡിയൻസ്, നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. 100% നാച്ചുറലാണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ്. അശ്വഗന്ധ, ശതാവരി, സേഫ് മുസ്ലി, അതുപോലെ ലങ്, ഇതുപോലെയുള്ള നല്ല ഔഷധങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നവരാണെങ്കിലോ ആ സമയത്ത് ഉപയോഗിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഉപയോഗിക്കാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റും. അല്ലാതാണെങ്കിൽ നിങ്ങളൊരു ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മസാജ് ചെയ്തിട്ട് ഇത് എടുക്കുക, ഡ്രോപ്സ് ആയിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലിംഗത്തിൻ്റെ താഴേന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുന്ന പോലെ ചെയ്യാണ് വേണ്ടത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ഉദ്ധാരണം കൂടുതൽ നേരത്തേക്ക് നിലനിൽക്കാനും അതുപോലെ ശീഘ്രസ്ഖലനമൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളത് ലിംഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ലിംഗം സ്ട്രോങ് ആകാൻ സഹായിക്കുന്ന ഈ ഓയിൽ ആവശ്യമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആയുഷ് സർട്ടിഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത്. അതുമാത്രമല്ല നല്ല മണവുമുണ്ട്. അപ്പോൾ ചെറിയ ലിംഗത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വീഡിയോസിലേക്ക് കാണുന്നുണ്ട് വലിയ ലിംഗമുള്ള പുരുഷന് ചെയ്യുമ്പോൾ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥ ലൈഫിൽ ശരിക്കും അങ്ങനെയല്ല, വേദന മാത്രമായിരിക്കും. ശരിക്കും ഈ വേദന കൊണ്ട് അവർക്ക് ഇത് ലൈംഗികത ആസ്വദിക്കാനോ രതിമൂർച്ചയിലെത്താനോ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റിയാലിറ്റി വേറെയാണ്. അതുകൊണ്ട് ചെറിയ ലിംഗമുള്ളവർ അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു വേദന നിങ്ങളെ പങ്കാളിക്ക് കൊടുക്കുകയില്ല. ഓക്കെ, അതൊരു ഗുണം തന്നെയാണ്. പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉദാഹരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അത് പുറത്തങ്ങനെ ഷോ ചെയ്യില്ല. പക്ഷേ വലിയ ലിംഗമുള്ളവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്, അല്ലേ? അതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് അളവിലുള്ള ഉറകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. വലിയതൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിയായ സൈസിലുള്ള ഉറകളൊക്കെ കിട്ടാണ്ട് വരും. ചില വലിയ ലിംഗമൊക്കെ ഉള്ളവർക്ക് എന്താണ് പെണ്ണുങ്ങളുടെ സെർവിക്സിലൊക്കെ മുറിവുണ്ടാകാൻ അത് വളരെ വേദനയൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. 4000-ലേറെ നെർവ് എൻഡിങ്സ് ഒക്കെയുള്ള ക്രിസരി ഉള്ളപ്പോൾ ഉത്തേജനം കിട്ടുമ്പം തന്നെ അവർക്ക് അവിടെ സാറ്റിസ്ഫൈഡ് ആകും. അതുമാത്രമല്ല നല്ലൊരു രതിമൂർച്ച എത്തിക്കാനും അവർക്ക് പറ്റും. പിന്നെ ലിംഗപ്രവേശനത്തിലും ചെയ്യുന്ന സമയത്ത് ഒരു 3 ഇഞ്ചസ് ഒക്കെ വരുന്ന യോനീൻ്റെ ഭാഗത്ത് മാത്രമേ അവർക്ക് നന്നായിട്ട് സെൻസേഷൻ അറിയാൻ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉത്തേജനം കിട്ടുന്ന കലകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല സെൻസേഷനൊന്നും കിട്ടാനില്ല. അപ്പോൾ 3 ഇഞ്ച് തന്നെ ധാരാളമല്ലേ? സ്ത്രീയുടെ യോനി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്വഭാവമുള്ളതായിരിക്കും. ഒരു ചെറിയൊരു സാധനമാണെങ്കിലും ഒരു വലിയൊരു സാധനമാണെങ്കിലും അതിന് വലുതാകാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചെറിയ ലിംഗാണെങ്കിലും അതിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്രകൃതി യൂണിയൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെയൊക്കെ ഓറലിയൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് വലിയ ലിംഗക്കാണെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. അതുപോലെ വായൊക്കെ വേദന എടുക്കും. മാത്രമല്ല ഒരു വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരാനിടയുണ്ട്. എന്നാൽ ചെറിയ ലിംഗത്തിന് അതിൻ്റെ പ്രശ്നമൊന്നും വരാൻ പോകണില്ല. അതുപോലെ മലദ്വാരത്തിലൂടെയൊക്കെ ബന്ധപ്പെടുന്നവർ, അത് നല്ലൊരു പ്രാക്ടീസ് അല്ലാന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നവർ വലിയ ലിംഗമൊക്കെ ഉള്ളവർക്ക് അത് ഭയങ്കര അവർക്ക് വേദന ഉണ്ടാക്കും. എന്നാൽ ചെറിയ ലിംഗമുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതും ആസ്വദിക്കാൻ വേണ്ടി പറ്റും, വലിയ വേദനയൊന്നും ഇല്ലാതെ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വലിയ ലിംഗം ആയിക്കോട്ടെ, നിങ്ങളെ ചെറിയ ലിംഗം ആയിക്കോട്ടെ, നിങ്ങളുടെ അവയവം എങ്ങനെയാണെങ്കിലും നിങ്ങൾ സെൽഫ് ലവ് ഉള്ളവരായിട്ടിരിക്കും. അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും പറ്റും. പിന്നെ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടെന്നുള്ള ലെവലിൽ ചിന്തിക്കുകയേ വേണ്ട. അവർക്ക് 80% വരുന്ന സ്ത്രീകൾക്കും രതിമൂർച്ച കിട്ടുന്നത് അവരെ ഉത്തേജിപ്പിക്കുന്ന മറ്റ് ശരീരഭാഗങ്ങളിലൂടെയാണ്. ഉത്തേജിപ്പിക്കാനുള്ള പേഴ്സണൽ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമേ അല്ലാതായിരിക്കും. ഒരു സ്ത്രീയെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ ലിംഗത്തിനോ ചെറിയ ലിംഗത്തിൻ്റെയോ ആവശ്യമല്ല പറയേണ്ടത്. അവരുടെ ഒരുപാട് സ്നേഹം, അതിലൂടെ അവരെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നത്, അങ്ങനെയുള്ളൊരു പേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സെൽഫ് ലവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻസെക്യൂരിറ്റിയുടെ കാര്യവും ഇല്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.